നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. എന്നാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ടത് എന്താ വെച്ചാൽ അത് പുട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. ആ പുട്ട് സാധാരണ പുട്ടല്ല, വെറൈറ്റി പുട്ടാണ്. നല്ല ഹെൽത്തിയാണ്, സ്വാദിഷ്ടമാണ്. ഉണ്ടാക്കുക, വരൂ കേട്ടോ, വരൂ. അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് റാഗി സ്റ്റിക്കാണ് കേട്ടോ. റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന സേമിയ പോലത്തെ സാധനമാണ്, നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടുള്ള സ്റ്റിക്കാണിത്, കണ്ടോ. ഞാനൊരു പാക്കറ്റിലത്തെ പകുതിയാണ് എടുത്തിരിക്കണത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, ചൂടുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഒന്ന് കുതിരണം അത്, കണ്ടോ. വെള്ളം ഒഴിച്ച് വെച്ചു. 2 മിനിറ്റ് നേരം ഇരുന്നാൽ കുതിർന്ന് കിട്ടും. ഇത്തിരി ഉപ്പിട്ട് വയ്ക്കാം, ലേശം ഉപ്പ്. അപ്പോൾ നമുക്ക് ആ റാഗിയിൽ ഉപ്പ് പിടിക്കും. രണ്ടാമത് ഉപ്പിട്ടിട്ട് ഉപ്പിടാൻ നിൽക്കണ്ട. ഇതാ 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് ഊറ്റാം. വെള്ളം ഊറ്റാന്ന് വെച്ചാൽ ഈ അരിപ്പയിലേക്ക് ഒന്നിച്ചിട്ടാൽ മതി, വെള്ളം വാന്ന് പൊക്കോളും. സ്പൂൺ കൊണ്ട് ഇതിനെ ഒന്നിങ്ങനെ ഉലർത്തിയിടാം, വെള്ളമൊക്കെ പോട്ടെ, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുതാണ്. അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് അരിയാം. അതിന് ഈ നമ്മുടെ ചോപ്പറിലിട്ടാൽ പറ്റും കേട്ടോ. ഏറ്റവും ചെറുതായിട്ട് നമുക്ക്, അയ്യോ കിട്ടണില്ല, കണ്ടോ. ആ ചോപ്പർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇങ്ങനെ പെട്ടെന്ന് കിട്ടണില്ലെങ്കിൽ പിന്നെ വലിച്ച് അതിന് വള്ളി പൊട്ടിക്കരുത്. അത് നോക്കുക എന്താ കിട്ടാത്തതെന്ന്. ഇപ്പോൾ ബ്ലേഡുമ്മ കടിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അപ്പോൾ അത് പകർത്തിയിട്ട് വീണ്ടും ബ്ലേഡ് ശരിക്കും വെച്ചിട്ട് നമുക്ക് രണ്ടാമത് ചെയ്യാം. ഞാൻ പറയാൻ കാരണം ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ വലിച്ചാൽ പൊടിയായിട്ട് കിട്ടും. ചോപ്പ് ചെയ്യാം, കണ്ടോ. ഇതാ നന്നായിട്ട് പൊടി പോലെ കണ്ടോ കിട്ടിയിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്ക് ഈ പുട്ടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് നമുക്ക് പുട്ടും കുടത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ചൂടുള്ള വെള്ളമാണ് ഞാൻ കുടത്തിൽ ഒഴിക്കുന്നത് കേട്ടോ. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. എന്തിനാണ് തിളച്ച വെള്ളം ഒഴിച്ചതെന്ന് വെച്ചാൽ ഇന്ധനം ലാഭിക്കാനാണ്. നമ്മുടെ ഗ്യാസ് വളരെ ടൈറ്റാണല്ലോ കിട്ടാനൊക്കെ. ഇനി നമുക്ക് ഇത് ഈ പ്ലേറ്റിലേക്ക് ഇട്ടു കേട്ടോ. ഈ സേമിയ ഇത്തിരി നാളികേരം ഇട്ടോ അതിൽ, കണ്ടോ. ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി വെള്ളം കൂടുതൽ പോലെ തോന്നിയിട്ടോ എനിക്ക്. അത് കാരണം ഞാനിതൊന്ന് വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, കണ്ടോ ഒത്തിരി കുഴ പോലെ ഉണ്ട്. അപ്പോൾ കട്ടിയായിട്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഇത്തിരി റാഗിയുടെ പൊടി ഉണ്ടല്ലോ അത് ഞാൻ ഇട്ടു. ഇത്തിരി കേട്ടോ, ഒരു സ്പൂണോളം പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിലധികമുള്ള വെള്ളം ഈ പൊടിയിൽ ചേരുമ്പോൾ അതിൻ്റെ നനവ് പാകത്തിനാവും. ഇപ്പോൾ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി നാളികേരം ഇട്ടു. മിക്സ് ചെയ്യാം. സ്വാദ് കൂടാൻ വേണ്ടി ഇടുന്നതാട്ടോ. ഇനി ചോപ്പ് ചെയ്ത ക്യാരറ്റ് അതും കുറച്ചിടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വെള്ളം ഞാൻ ഓഫാക്കി കേട്ടോ, കത്തിച്ചിട്ടില്ല. ഇനി നമുക്ക് പുട്ടിൻ്റെ കണ വയ്ക്കാം കേട്ടോ. പുട്ടുണ്ടാക്കണ കുമ്പം വയ്ക്കാം. അതൊന്ന് തിളച്ചിട്ട് ആവി വരുമ്പോൾ ഇതിനുള്ളിൽ വലിയ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കഴുകിയതാണ്, അതിൻ്റെ വെള്ളം ഒന്ന് ആവിയായി പൊക്കോളും. ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഇനി ലേശം ഉപ്പും കൂടി അതിലിടാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തു. ആദ്യം നാളികേരം ഇട്ട് പുട്ടുണ്ടാക്കണ പോലെ തന്നെ, ഒരു മാറ്റമില്ല. ആദ്യം നാളികേരം ഇട്ടു. അത് കഴിഞ്ഞാൽ നമ്മളുടെ പുട്ടിനുള്ള സാധനം, അതായത് ഇത് അരിപ്പൊടിയല്ല, നമുക്കറിയാലോ റാഗിയുടെ സ്റ്റിക്ക്. നല്ല സ്മൂത്തായിട്ടുള്ള ഇത് കിട്ടും കേട്ടോ, പുട്ട് കിട്ടും. ഇനി ഇത്തിരി ക്യാരറ്റ് ഇട്ടു. ക്യാരറ്റ് പൊടിയാക്കി വെച്ചിട്ട് വീണ്ടും കുറച്ചും കൂടിയും സേമിയ ഇട്ടു. സേമിയ മീൻസ് റാഗി സേമിയ ഇട്ടു. ഇനി വേറെ സാധനം കേട്ടോ, ഈ ചെപ്പിൽ ഞാൻ കുറച്ച് മുരിങ്ങയുടെ ഇല വെച്ചിട്ടുണ്ട്, കണ്ടോ. മുരിങ്ങയില ഇന്നലെ എടുത്ത മുരിങ്ങയിലയിൽ ബാക്കിയുള്ളതാണ്. അത് ഞാൻ
ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അതിലിടാം. അപ്പം പൊട്ടിച്ച മുരിങ്ങയിലാണെങ്കിൽ കുറച്ചുകൂടി ഫ്രഷാണ്. എൻ്റെ ഫ്രഷ് തന്നെ ആട്ടോ, വൈകുന്നേരം പൊട്ടിച്ച് ബാക്കിയുള്ളതാണ്. വീണ്ടും നമ്മൾ സേമിയ ഇട്ടു, മുകളിൽ നാളികേരം ഇട്ടു, കുറച്ചുകൂടി ഇല വയ്ക്കാം. ഇപ്പോൾ എല്ലാം ആയി ഉണ്ട് കേട്ടോ. വിറ്റാമിൻ A to Z വരെ ഉള്ളതുണ്ടല്ലേ, എന്തിലാവട്ടെ. അതിൻ്റെ ആവി വന്നു, അത് എടുക്കാൻ പോവാണ്. ഈ അടുപ്പത്ത് അതിലേക്കുള്ള കടലക്കറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ട് നിങ്ങൾ, അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. അപ്പോൾ ഒന്നാമത്തെ പുട്ട് റെഡി. ഞാനിത് രാജേട്ടന് കൊടുക്കാൻ പോവാണ്. കടലക്കറി, വെള്ളക്കടലക്കറിയാണ്. എന്തൊക്കെ സാധനം ഉണ്ടെന്നറിയാം അതിനുള്ളിൽ. ക്യാരറ്റ് ഉണ്ട്, പിന്നെ നാളികേരമുണ്ട്, പിന്നെ റാഗി ഉണ്ട്. റാഗി ഏറ്റവും സൂപ്പറല്ലേ. ആ പിന്നെ അതിൻ്റെ ഉള്ളിൽ മുരിങ്ങയുടെ ഇല, കുറവശല്ലാതിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ ആൾക്കാർക്ക് മടുക്കില്ലേ. രാജേട്ടൻ കഴിച്ചു പോയി കേട്ടോ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എന്താ ഭംഗിയില്ലേ, കളർഫുള്ളാണ്. മഞ്ഞ, വെള്ള, പച്ച എല്ലാ കളറും ഉണ്ട്. ക്യാരറ്റ് വലിയ കാരണം കറി വേണ്ടാന്ന് ജയശ്രീ പറയണേ. എന്നാലും കറി വേണം കുറേ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക്. നല്ല സോഫ്റ്റ് ആട്ടോ അത്. കുറച്ച് കേട്ടോ അതേങ്ങനെ ഇഷ്ടം. അപ്പോഴാ ശരിക്കും അതിൻ്റെ സ്വാദറിയുള്ളൂ അല്ലേ. ശരിയാ, കടലക്കറി വേറെ കഴിക്കാം, അപ്പം അതിൻ്റെ സ്വാദറിയാം. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഏതാ അതിൻ്റെ അറിയില്ല. ജയശ്രീ പറയാണ് ഇതിന് കറിയുടെ ആവശ്യമില്ലാന്ന്. കാരണം ഇത് കറിക്കുള്ള സാധനമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ ഇതിൽ. അതായത് മുരിങ്ങയുടെ ഇല ഇട്ടിട്ടുണ്ട്, നല്ലതാ. മുരിങ്ങയുടെ ഇല ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അന്ന് വാങ്ങിയില്ലേ, നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ലേ. പണ്ടൊരു സമയം വാങ്ങിയിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല. ഉപ്പുമാവ് ഉണ്ടാക്കി പകുതി ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കിയ പകുതി നിറഞ്ഞ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ വെച്ചൊന്ന് പുട്ടാക്കാം എന്ന് വെച്ചു. ഉപ്പുമാവ് നല്ല അല്ലാണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ, അതുപോലെ ക്യാരറ്റ്, കുറേ സാധനം കിട്ടുന്നുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ, ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.